stay to be my patron. ലോകമെമ്പാടുമുള്ള ജ്ഞാനായ വോയിസിന്റെ പ്രേക്ഷകര് ഇന്ന് നമുക്ക് തൊടുപുഴയുടെ അടുത്ത് തന്നെയുള്ള നമ്മുടെ ഒരു പള്ളി, കോട്ടയം രൂപതയുടെ സെന്റ് ജോസഫ് വടക്കുംമുറി പള്ളി. ഈ പള്ളി വളരെ ചെറുതാണെങ്കിലും ഇന്ന് നമ്മുടെ കോട്ടയം രൂപതയുടെ വളരെ ഒരു നല്ല ഒരു വ്യത്യസ്തമായ കുരിശുമല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പള്ളി വികാരിയച്ഛൻ ഫാദർ ഷാജി പൂത്തറയുടെ നേതൃത്വത്തിലുള്ള ഈ കുരിശുമലയുടെ നിർമ്മാണം വളരെ അങ്ങേയറ്റം എല്ലാവർക്കും പ്രയോജനകരമാവും. ഇതൊരു വലിയൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയായി മാറി എന്നുള്ള പ്രതീക്ഷയിൽ കോട്ടയം അതിരൂപതയ്ക്ക് വളരെ ഒരു നല്ല ഒരു സമ്മാനമായി ഈ വടക്കംമുറിയിൽ തന്നെ ഇങ്ങനെയൊരു പരിപാടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ ഒരു കൃപ കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പുതിയ ഒരു സംരംഭമായ ഈ കുരിശുമല, ഇതിനിട്ടിരിക്കുന്ന പേരെന്ന് പറയുന്നത് സാൻജോ മൗണ്ട് എന്നാണ്. ഈ സാൻജോ മൗണ്ട് ഈ പ്രേക്ഷകരെ, ജ്ഞാനായ വോയിസിന്റെ പ്രേക്ഷകരെ എല്ലാവരെയും ഞാൻ അങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ആ മലയുടെ നിർമ്മാണവും അതിന്റെ പ്രവർത്തനവും എല്ലാം നമുക്കൊന്ന് കാണാം. അച്ഛനുമായിട്ടും നമുക്ക് കുറിച്ചുള്ള അറിവും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് വിശദീകരണമായി നമുക്ക് തേടാം. വാ, നമുക്ക് എല്ലാവർക്കും കൂടെ ആ മലയിലേക്ക് ഇവിടെ ഉണ്ട് അല്ലേ? ഞങ്ങള് അച്ഛനെ പ്രതീക്ഷിച്ചു വരികയാണ്. ജ്ഞാനായ വോയിസിന്റെ പ്രേക്ഷകർക്കായിട്ട് ഇന്ന് ഞങ്ങൾ വളരെയധികം ചരിത്രം സൃഷ്ടിക്കുന്നു തന്നെ പറയാം. കോട്ടയം അതിരൂപതയുടെ ഒരു ആദ്യമായ ഒരു സംരംഭം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം കുരിശുമല ഇത്രയും വളരെ ഭംഗിയായിട്ട് ഞങ്ങളിപ്പോ ഇവിടെ വന്ന് കണ്ടപ്പം ഞങ്ങളെ പ്രതീക്ഷിച്ചതൊന്നും അല്ല. മൊത്തം തകിടം പറഞ്ഞു തന്നെ പറയാം. അപ്പം ഫാദർ ഷാജി അച്ഛൻ നമ്മളോട് ഈ ഒരു പുതിയൊരു സൃഷ്ടി എങ്ങനെ ഇവിടെ ചെയ്തു, അല്ലെങ്കിൽ ഇതിനുള്ള പ്രചോദനം എവിടുന്ന് കിട്ടി, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ കോട്ടയം അതിരൂപതയ്ക്ക് തന്നെ ഇതൊരു വലിയ സമ്മാനമായിട്ടാണ് ഞാൻ കരുതുന്നത്, ഞങ്ങൾ എല്ലാവരും കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് അച്ഛൻ ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഈ ലോകമെമ്പാടുമുള്ള ജ്ഞാനായക്കാര് നമുക്കറിയാം, എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് കുടിയേറി പാർത്തിരിക്കുന്ന കുടിയേറ്റക്കാരാണല്ലോ നമ്മളെല്ലാവരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു പരിപാടി, ഈ ഒരു സമ്മാനം കോട്ടയം അതിരൂപതയ്ക്ക് അച്ഛന്റെ കൈകളിലൂടെയാണ് ഈ ഒരു ആശയം കടന്നു വന്നെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്കിതെല്ലാം കാണുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ അച്ഛൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതുമാണ്. അപ്പം ഫാദർ ഷാജി അച്ഛൻ, ഇപ്പൊ ഇതിന്റെ ഇങ്ങനെ ഒരു സംരംഭം ആദ്യമായിട്ട് തന്നെ ഒന്ന് മനസ്സിലൊന്ന് ഉൾക്കൊള്ളാനുള്ള പ്രചോദനം എവിടുന്ന് കിട്ടി, എങ്ങനെയാണ്? സന്തോഷമുണ്ട്. ലോകമെമ്പാടുമുള്ള ജ്ഞാനായക്കാര് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ എന്ന നിലയിൽ ജ്ഞാനായ വോയിസിന്റെ സംഘാടകർ ഇവിടെ വന്നു ഈ ഒരു പ്രോഗ്രാമിനെ വിലയിരുത്താനും ഇത് ഷൂട്ട് ചെയ്യാനും ഒക്കെ കാണിച്ച നല്ല മനസ്സിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ആദ്യമേ ഒരു തിരുത്തലുണ്ട്. ഇത് ഷാജി അച്ഛന്റെ ഒരു പ്രസ്ഥാനമൊന്നുമല്ല. ഇത് വടക്കുമുറി ഇടവകക്കാരുടെ വലിയൊരു സംരംഭം. വടക്കുമുറിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ വിശുദ്ധ യേശുപിതാവിന്റെ മധ്യസ്ഥത്തിൽ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ വടക്കുമുറിക്കാരെ മുത്തപ്പൻ എന്നാണ് പറയുക. വടക്കുമുറിയിലെ മുത്തപ്പൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും നടപ്പിലാക്കുമെന്ന് ഞങ്ങൾക്കൊക്കെ ഉറപ്പുള്ള വിശുദ്ധ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ 3 വർഷം 2012 മെയ് മാസത്തിലാണ് ഞാനിവിടെ ചാർജ് എടുക്കുക. അപ്പൊ അതിനുശേഷം തീർച്ചയായിട്ടും ഒരച്ഛനൊരു ഇടവകയിലേക്ക് വരുന്നത് ഏതെങ്കിലും ഒരു നിർമ്മാണം നടത്താൻ വേണ്ടിയിട്ടൊന്നും വന്നപ്പോ വളരെ ഔചാരിതമായിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു സാഹചര്യം. ഇതിനൊരു ചെറിയ ചരിത്രം പറഞ്ഞാൽ, ഈ ഇടവകയില് 1950 കാലഘട്ടങ്ങളിലാണ് ഇടവക രൂപീകരിക്കപ്പെട്ടത്. അഭിമന്യ പറയിപ്പിതാവ് ഇവിടെ നിർമ്മിതമായ 61 ഇവിടുത്തെ ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന സമയത്ത് ഈ മനോഹരമായ കൊച്ചു കുന്നും പ്രദേശമൊക്കെ കണ്ടപ്പോൾ അഭിമന്യ പിതാവിന്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു,
പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം, അത് ചാവറപിതാവിന്റെ ആശയമാണ്. അഭിത പിതാവിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. ഈ ഇടവക്കാരനായ ഒരു കള്ളിക്കല് പോത്തനപ്പ അദ്ദേഹത്തോട് അന്ന് പിതാവ് ചോദിച്ചു, ഒരു സ്കൂള് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ട് സ്ഥലം വിട്ടുകൊടുക്കണം. എന്തുകൊണ്ടോ പഴയ കാരണവന്മാരുടെയൊക്കെ ഒരു മനസ്സ് അദ്ദേഹത്തിന് അത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാനോ പ്രതികരിക്കാനോ സാധിച്ചില്ല. വർഷങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ഒരു നിമിത്തമായിരിക്കാം 2012 ഞാനിവിടെ വികാരിയായിട്ട് ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ഒരു ഫിലിപ്പ് മാത്യു കളിക്കല് തന്നെ, അദ്ദേഹം എന്റെ ഇടയ്ക്ക് ഒരു ദിവസം വന്ന് പറഞ്ഞു വെച്ചാൽ അപ്പച്ചനോട് ഇന്ന് പിതാവ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്കത് പോസിറ്റീവായിട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഫിലിപ്പച്ചൻ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഫിലിപ്പച്ചന് ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. ഫിലിപ്പച്ചൻ പറഞ്ഞു വെച്ചാൽ എനിക്കൊരു 1 ഏക്കർ 32 സെന്റ് സ്ഥലം പള്ളിയുടെ തൊട്ട് ചേർന്ന് കിടന്നുണ്ട്, അത് ഞാൻ പള്ളിക്ക് വിട്ടുവരാം. പക്ഷെ എന്റെ മനസ്സിന്റെ ഒരു ആഗ്രഹമുള്ളത് ഇതിന് തൊട്ട് മുകളിൽ 1-ാം സ്ഥലം നിൽക്കുന്ന സ്ഥലത്ത് ഒരു വലിയൊരു പാറക്കുഴിയായി, ഒരു വെടി വെട്ടിച്ചുണ്ടാക്കിയ ഒരു പാറക്കുഴി. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഇവിടെ ഒരു ഗസ്റ്റ്മെന്റ് തോട്ടം നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം. ഇപ്പൊ ഗസ്റ്റ്മെന്റ് തോട്ടം ഉണ്ടാക്കണം, ബാക്കി പള്ളിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു. അങ്ങനെ പറഞ്ഞൊരു സാഹചര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഫിലിപ്പച്ചനോട് പറഞ്ഞു, ഫിലിപ്പച്ച ഒരു ഗസ്റ്റ്മെന്റ് തോട്ടം മാത്രം ഒരു പള്ളിയുടെ പുറകിൽ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അതിനെന്താ ഒരു സൗന്ദര്യമുള്ള, എന്താ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പയ്യെ ഒരു കുരിശുമല എന്നൊരു ആശയത്തിലേക്ക്, ഞാനും അദ്ദേഹവും തമ്മിലിരുന്ന ചർച്ചയുടെ ഇടയിലുണ്ടായ ഒരു ആശയം അങ്ങനെ രൂപീകരിച്ചു വന്നപ്പോ പിന്നെ ഒരു മല എന്ന് പറയുമ്പോൾ എപ്പോഴും അതിനൊരു കംപ്ലീഷൻ ഉണ്ടാകും. കുന്നിന്റെ പകുതിയിൽ നിന്ന് മല എന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് എന്റെ കുടുംബാംഗമായിരുന്ന ഒരു ജോണി കളിക്കൽ, അദ്ദേഹം അമേരിക്കയിലാണ്. അദ്ദേഹത്തുമായിട്ട് ഫോണിലൂടെ ബന്ധപ്പെട്ട് സംസാരിച്ചു. നേരം എനിക്കിന്ന് ഇതൊക്കെ യേശുപിതാവിന്റെ ഒരു ഇടപെടൽ, വളരെ ഒരു വാക്കുപോലും മറച്ചു പറയാതെ വെച്ചാൽ എത്ര സ്ഥലമാണെന്ന് ഞാൻ അത് എടുത്തു, വേണ്ടതുപോലെ ചെയ്യാം, നമുക്ക് അത് എനിക്ക് പറ്റുന്ന പോലെ ഞാനത് വേണ്ടതുപോലെ ചെയ്തേക്കാം. അപ്പോഴും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയൊരു സന്തോഷം, ഒരു പച്ചക്കൊടി കിട്ടി, എല്ലാം ഇടപെട്ടു. പിന്നെ അഭിനന്ദ പിതാവുമായിട്ട് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നത്, ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവിടുത്തെ മുത്തപ്പൻ, അതായത് യൂസഫിതാവിന്റെ ഒരു അനുഗ്രഹം ഈ ഇവിടുത്തെ ഉള്ള ജനങ്ങൾക്കെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു എന്ത് കാര്യത്തിലും മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ അത് നടക്കും എന്ന് അച്ഛൻ ആദ്യം തന്നെ പറയുണ്ടായി. അപ്പൊ അതുപോലെ തന്നെ ആ വീട്ടുകാർക്ക് ആദ്യം അവരുടെ പിതാവ് അതിന് സമ്മതിച്ചില്ല, അങ്ങനെയാണ് പറഞ്ഞത്. ഇങ്ങനെയുണ്ടെങ്കിൽ പിന്നെ പിന്നീടുള്ള തലമുറകൾക്ക് അങ്ങനെ ഒരു ആശയം ഉണ്ടാകാനും അത് വന്ന് അച്ഛനോട് നേരിട്ട് പറയാനുമുള്ള ഒരു ആത്മവിശ്വാസം, എന്താ പറയുക, യൂസഫ് പിതാവിന്റെ കാര്യങ്ങളിലൂടെയാണ് അത് നടന്നെന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് അത് തന്നെ അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ആശയത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു കാര്യം കൂടെ നടത്തുവാനായിട്ട് വന്നപ്പം വീണ്ടും അത് യൂസഫ് പിതാവിന്റെ സാന്നിധ്യത്തിൽ തന്നെ അത് ശക്തിയായി തന്നെ ഒരു വലിയൊരു സംരംഭമായിട്ട് മാറിയിരിക്കുക അല്ലെ. പിന്നെ ഇതിന്റെ മറ്റു പണികളും കാര്യങ്ങളും എല്ലാം പിന്നീടുണ്ടായ ഡെവലപ്മെന്റ് ഞാൻ പറഞ്ഞു. അഭിനന്ദ പിതാവിന്റെ അനുവാദം കിട്ടുന്നതിന് മുമ്പ് തന്നെ, കാരണം എങ്ങനെ മുന്നോട്ട് പോകുമെന്നതിനെ കുറിച്ചൊരു ആശയമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പാരിഷ് കൌൺസിലിന്റെ പൊതുയോഗം, കൂടാര യോഗങ്ങൾ, അവിടെയൊക്കെ കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഒരു ആശങ്ക, കാരണം വടങ്ങൂർ പോലെ ഒരു കൊച്ചു ഇടവകയ്ക്ക് ഇത്ര വലിയൊരു സംരംഭം, 75 വീട്ടുകാരേ ഉള്ളൂ ഇവിടെ. അപ്പൊ വലിയൊരു സംരംഭം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത അത് എല്ലാ തലത്തിലും ഉണ്ടായിരുന്നു. അഭിനന്ദ പിതാവിന്റെ അടുത്ത് വന്നപ്പോൾ പിതാവ് ആദ്യം തന്നെ പറഞ്ഞു, ഇത് അത്ര എളുപ്പമൊന്നുമല്ല, ഒരു കൊച്ചിടവകയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ഞാനന്നേരം പറഞ്ഞു, പിതാവാണ്, പിതാവിനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടന്നോളൂ. അപ്പൊ അങ്ങനെ പിതാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, താങ്കൾ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിതാവിന്റെ അനുമതിയോടുകൂടി തന്നെ ഞാൻ ഈ ഇടവകക്കാരായിട്ടുള്ള അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഏതാനും വ്യക്തികളുമായിട്ട് കണ്ട് സംസാരിച്ചു. സ്റ്റേഷന്റെ നിർമ്മാണം ആദ്യമൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ വലിയൊരു ടാർഗറ്റൊന്നും അല്ലായിരുന്നു. അവസാനം ഞങ്ങളൊരു 1.5 ലക്ഷം രൂപ ഒരു സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ചെലവ്, 3 ലക്ഷത്തിന് മുകളിൽ ചെലവുണ്ട്. എന്നാൽ ഒരു 1.5 ലക്ഷം രൂപയാണ് ഞങ്ങളൊരു എസ്റ്റിമേറ്റ് കണക്കൂട്ടി. അപ്പൊ ആ 1.5 ലക്ഷം രൂപ വീതം 14 സ്റ്റേഷനുകളാണ്, കുരിശിനുമായിട്ട് 14 സ്റ്റേഷൻ. പിന്നെ നമ്മൾ ആദ്യം നമ്മൾ കാണുമ്പോഴത്തേക്കാണ് പ്രാരംഭ സ്ഥലവും സമാപന സ്ഥലവും. പ്രാരംഭ സ്ഥലം ഒരു ഗസ്റ്റ്മെന്റ് ഓട്ടമാണ്, സമാപനം ഈശോയുടെ തിരുവുത്ഥാനം. ഗസ്റ്റ്മെന്റ് ഓട്ടത്തിൽ ആരംഭിക്കുന്ന കുരിശിന് വഴി തിരുവുത്ഥാനത്തിൽ അവസാനിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു 16 സ്റ്റേഷനുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ 14 സ്റ്റേഷനുകൾ 1.5 ലക്ഷം രൂപ വീതവും, പ്രാരംഭത്തിനും സമാപനത്തിനും കുറച്ച് നിർമ്മാണ ജോലി കൂടുതലുള്ളതുകൊണ്ട് 2.5 ലക്ഷം രൂപ. അങ്ങനെ അത്രയും പൈസയായിരുന്നു ഞങ്ങളുടെ ഒരു ടാർജറ്റ്. അപ്പൊ അവിടെ വെച്ച് നമ്മൾ തുടങ്ങാം. അവന് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വലിയൊരു കുന്നല്ലേ, അതങ്ങോട്ടും വലുതാക്കി ഇങ്ങോട്ട് പണിതൊക്കെ വരിക എന്ന് പറയുമ്പോഴത്തേക്കും ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ ഒരുപാട് അപ്പുറത്തേക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് പോയി. ഇത് മുഴുവൻ കരിങ്കല്ല് കെട്ടുക, കരിങ്കൽ പാറയുടെ ഒരു രൂപമാണ്. അല്ല, ഇതല്ല, ഒറിജിനലി കരിങ്കല്ലാണ്. കരിങ്കല്ലിന്റെ വലിയ മേൽമണ്ണങ്ങ് മാറ്റി കഴിഞ്ഞപ്പോൾ 2 അടി മണ്ണ് മാറി കഴിഞ്ഞപ്പോൾ മൊത്തം പാറയാണ്. അപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ്
തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ ബെന്നി എന്ന് പറഞ്ഞൊരു ആർക്കിടെക്ട് അദ്ദേഹമായിട്ട് കണ്ട് സംസാരിച്ചു. വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഇതിന്റെ പ്രോഗ്രാം ഡിസൈൻ ചെയ്തു തന്നു. ആശയം ഞങ്ങളുടെ ആയിരുന്നെങ്കിലും ഒരു ആർക്കിടെക്ടിക്കൽ ഗൈഡൻസ് കിട്ടുന്ന അവിടെ നിന്നാണ്. അപ്പൊ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട്. നമുക്ക് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ പ്രധാന ഘട്ടം എന്ന് കഴിഞ്ഞാൽ സാൻജോ മൗണ്ട് പോലെ ഒരു കുരിശുമല അല്ലെങ്കിൽ ഒരു മല ലോകത്തിലെങ്കിലും ഒത്തിരി പ്രത്യേകതകൾ ഇതിനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതൊരു ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. ഈ പള്ളി മുറ്റത്ത് നിന്ന് ആകെ 200 മീറ്റർ, ഹൈറ്റ് പറഞ്ഞാൽ ആകെ 60 മീറ്റർ ഹൈറ്റ്. ഇത്രയും ദൂരമേ ഉള്ളൂ. ഇവിടെ നിന്ന് നോക്കിയാൽ വലിയ സംഭവമായിട്ടൊക്കെ തോന്നില്ല, ഇത്രയും ദൂരം. രണ്ടാമത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെങ്ങും ഇടവക പള്ളിയുടെ മുറ്റത്ത് നിന്ന് തിരുമുറ്റത്ത് നിന്ന് ആരംഭിക്കുന്ന ഒരു കുരിശുമലയില്ല. ബാക്കിയുള്ളതെല്ലാം നമുക്ക് മലയാറ്റൂരെടുത്താലും വാഗമണ്ണെടുത്താലും ബെമ്പേച്ചുമല എല്ലാം പള്ളിയിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ്. അങ്ങനെ വന്നപ്പോൾ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ആവശ്യമാണ്. പിന്നെ ഒരല്പം അഹങ്കാരത്തോടുകൂടി പറയാറുള്ളത്, കോട്ടയം അതിരൂപതയിൽ നാനായക്കാർക്ക് ഇങ്ങനെ ഒരു സംരംഭം ഇറങ്ങില്ല. അപ്പൊ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ആഗ്രഹം ഇതാണ്, ഇത് വടക്കുംപുറക്കാരുടെതല്ല, ഇത് ജ്ഞാനായക്കാരുടെ. അപ്പൊ അതുകൊണ്ട് എല്ലാ ജ്ഞാനായക്കാരും ഇതിന്റെ ഭാഗമാക്കുകയാണ്. സാമ്പത്തികമായിട്ട് പോലും ഞാനത് ചെറുതാക്കി കാണുന്നില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്ക് കമ്മിറ്റി കൂടം പറയും, ഇതൊരു ജ്ഞാനായക്കാരന്റെ സംഭവമായി മാറി കഴിയുമ്പോൾ ലോകത്തിലുള്ള എല്ലാ ജ്ഞാനായക്കാരനും അഭിമാനത്തോടെ ഞാൻ ഇതിനൊരു 10 രൂപയെങ്കിലും കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അവരുടേതാക്കി ഇത് മാറ്റുക എന്നുള്ളത്. ഇപ്പൊ ഞങ്ങള് ഇപ്പോഴ് നിലവിൽ 14 സ്റ്റേഷനുകൾ, പ്രാരംഭ സമാപനം, അതിലേക്കുള്ള വഴി, ഇങ്ങനെയൊക്കെയാണ് ഇപ്പം നിലവിൽ ഉദ്ഘാടനത്തിന് മുമ്പ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. നിർമ്മാണ ജോലികൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചില്ല, പാറയൊക്കെ പൊട്ടിച്ച് കെട്ടിയൊക്കെ വന്നപ്പോൾ സമയം എടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വെഞ്ചിരിപ്പിനോട് അനുബന്ധിച്ച് ഇതിന്റെ എല്ലാ ജോലികളും പൂർത്തിയാകുന്ന രീതിയില്ല, കുറച്ചുകൂടെ മുന്നോട്ട് പോയി പുതിയ ഞായറാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഏതാണ്ട് മുഴുവൻ ജോലികൾ തീർക്കാൻ പറ്റും. ഫസ്റ്റ് സ്റ്റേജ് ഞങ്ങള് സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് സെബിതാവ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പൂർവ്വ സ്വപ്നം കാണുന്ന ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് സ്വപ്നങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട് ഞങ്ങൾക്ക്. ഈ കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ടുമുള്ള ഗ്യാപ്പ്, സ്ഥലത്തിന്റെ ലഭ്യത അനുസരിച്ച് ജപമാലയുടെ 20 രഹസ്യങ്ങൾ, അതിന്റെ ഒരു ദൃശ്യാവിഷ്കാരം, പിന്നെ ബൈബിളിലെ സുപ്രധാന സംഭവങ്ങൾ, ബാബേൽ ഗോപുരം, ജലപ്രളയം, അങ്ങനെ വേറിട്ട് നിൽക്കുന്ന സംഭവങ്ങളുടെയൊക്കെ ഒരു ദൃശ്യാവിഷ്കാരം ഉണ്ടാക്കണമെന്ന് ഈ റിലീഫ് വർക്കുകളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ മറ്റു 2 ആഗ്രഹങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ യേശു പിതാവ് ഞങ്ങളുടെ എല്ലാമാണ്. അപ്പൊ അതുകൊണ്ട് യേശു പിതാവിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനൊരു ആഗ്രഹമുണ്ട്. ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നതാണ്, പക്ഷേ നിലവിൽ ഞങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അച്ഛൻ പറഞ്ഞ പോലെ യേശു പിതാവിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അച്ഛൻ പറഞ്ഞത് ഒരു കറക്റ്റ് കാര്യം. കാരണം വെച്ചാല് നമുക്കറിയാം യേശുപിതാവിനെ കൂടുതൽ ഇങ്ങനെ എല്ലാവരും ഹൈലൈറ്റ് ചെയ്യാനുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം വെച്ചാൽ നമുക്കറിയാം യേശുപിതാവിനെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് പറഞ്ഞപ്പം സൈലന്റ് വർക്കർ അല്ലെ, സൈലന്റ് വർക്കർ എന്ന് തന്നെ പറയും. അപ്പൊ അതുകൊണ്ട് ഇപ്പം വടക്കൻമുറിയില് യേശുപിതാവിന്റെ നാമത്തിലാണത്. അപ്പൊ ആ പള്ളിയാണ്. അപ്പൊ അതുപോലെ നാമത്തില് ഒരു മലയും പേര് തന്നെ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. യേശുപിതാവിന്റെ ഒരു പൂർണ്ണകായ പ്രതിമ ഈ മലയുടെ മുകളിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് ഞങ്ങളൊരു കുടുക്ക പിരിവൊക്കെ നടത്തിയിരുന്നു. അപ്പൊ അതിൽ നിന്ന് സമാഹരിക്കുന്ന തുകയും പിന്നെ ഞങ്ങളുടെ ആർക്കിടെക്ട് ഞങ്ങളെ ഒന്ന് ഇതിനു വേണ്ടിയിട്ടൊന്ന് അസിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പൂർണ്ണകായ രൂപം ഞങ്ങൾ ഉണ്ടാക്കി വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ സാമ്പത്തിക സാധ്യതകളൊക്കെ വെച്ചുകൊണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, യേശുപിതാവിന് വേണ്ടിയിട്ട് ഞങ്ങൾ പണിയുന്ന രൂപം ലോകത്തിലെ ഏറ്റവും വലിയ രൂപമായിരിക്കും. അപ്പം ലോകമെമ്പാടുമുള്ള ജ്ഞാനായ വോയിസിന്റെ പ്രേക്ഷകർ അറിയേണ്ട നമുക്കൊരു കാര്യമുണ്ട്. കാരണം നമുക്കറിയാം ഇത് അച്ഛൻ പറഞ്ഞ പോലെ വടക്കൻമുറിക്കാരുടെ മാത്രമല്ല, ജ്ഞാനായ ലോകമെമ്പാടുമുള്ള ജ്ഞാനായക്കാരുടെ തന്നെയാണ് ഈ മൗണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കുരിശിന്റെ വഴി നമ്മളെല്ലാവരും ഒന്ന് ഏത് ലോകത്ത് എവിടെയാണേലും അവധിക്കാണ് വരുമ്പോഴും ഇവിടെ വന്ന് ഒന്ന് കയറി ഇവിടുത്തെ യേശുപിതാവിന്റെ ആ ശക്തിയിൽ നിർമ്മിക്കുന്ന ആ ഒരു സഹായത്തിന് കൊണ്ട് തന്നെ നിർമ്മിക്കുന്ന ഈ മൗണ്ടിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാം. അതുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പണികളും എല്ലാം നമുക്കൊന്ന് കാണാം. അച്ഛനോടൊപ്പം കൺവീനർ എത്തിയിട്ടുണ്ട്, അദ്ദേഹം ശ്രീ ജോസ് വട്ടപ്പറമ്പിൽ. അദ്ദേഹം ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. അപ്പം നമുക്കറിയാം അപ്പൊ അച്ഛന്റെ കൂടെ തന്നെയുള്ള ഈ ഒരു പരിപാടിയുടെ പ്രോഗ്രാമിനോടനുബന്ധിച്ചുള്ള ഒരു കൺവീനർ അച്ഛനോട് ചേർന്നുകൊണ്ട് മറ്റുള്ള ഓരോ സംഘടനകളുള്ള എല്ലാവരുമായിട്ടും ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം താങ്കളുടെ എന്താണ് നമുക്ക് ഈ ലോകമെമ്പാടുമുള്ള ഈ ജ്ഞാനായക്കാർക്ക് ഇതിന് അച്ഛൻ ഓൾറെഡി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. എന്നിരുന്നാലും
താങ്കളുടെ ഒരു അഭിപ്രായം ഇതിനോട് ഇങ്ങനെ വന്ന ഒരു കാര്യത്തോട് എന്താണ് ഒരു അഭിപ്രായം? ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കുംപടി മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇന്ന് വളരെ ശക്തിയുള്ള ഒരു മുത്തപ്പനായിട്ട് അനുഭവവേദ്യമായിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ ഞങ്ങളിവിടെ മാർച്ച് 19 തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. അത് വളരെ ചെറുതായിട്ട് ആദ്യം തുടങ്ങിയ ഒരു പരിപാടിയാണ്. അപ്പോൾ മാർച്ച് 19 എന്നിട്ട് ഞങ്ങൾ പാച്ചോറ് നേർച്ചയൊക്കെ നടത്തി ഇത് ചെയ്തു. ആ പരിപാടിയിൽ സംബന്ധിച്ച് പോകുന്ന പലർക്കും കുട്ടികളില്ലാത്ത ആൾക്കാരൊക്കെ വന്ന് ഇവിടെ മാർച്ച് 19 പെരുന്നാളിൽ സംബന്ധിക്കുകയും അതിൽ അന്ന് 50 രൂപ കൊടുത്തെന്നാൽ ഒരാൾക്ക് പെരുന്നാളിൽ പങ്കാളിയായിട്ട് ചേരുവാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ തിരുനാളിൽ സംബന്ധിച്ച് പലർക്കും സന്താനഭാഗ്യം ലഭിച്ചതായിട്ട് അവരെ അറിയിക്കുകയും ഇതൊക്കെ ചെയ്തു. അപ്പൊ അതനുസരിച്ച് ഞങ്ങള് ഇടവക്കാരാണെങ്കിലും വാമൊഴിയായിട്ട് ഇതിങ്ങനെ പറഞ്ഞു പോയി. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു 2000 ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു തിരുനാളായിട്ടത് മാറി. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ആർഭാട പരിപാടികളും ഇല്ല. അന്നേ ദിവസം കുർബാനയും അതിനുശേഷം നടത്തുന്ന മെഴുകുതിരി പ്രദർശനമാണ് അതിനകത്തെ ഏറ്റവും സജീവമായിട്ടുള്ള ഒരു പരിപാടി. ഈ മെഴുകുതിരി പ്രദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൊന്ത ചൊല്ലി നടത്തുന്ന ഒരു പ്രദർശനമാണ്. അതിനകത്ത് ആരും അതിനെ വോളണ്ടിയേഴ്സായിട്ട് ആരുടെ ആവശ്യമില്ല. എല്ലാവരും മുൻപിൽ ഒരു കുരിശും പിടിച്ച് എല്ലാവരും തിരിയും കത്തിച്ച് പ്രദക്ഷിണമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്ന് ഇതിനകത്ത് പങ്കെടുത്ത് മടങ്ങുന്നവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നതായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇവിടേക്ക് ആൾക്കാരിങ്ങനെ ഓടിക്കൂടുന്നുണ്ട്. ഇന്ന് മാർച്ച് 19 പെരുന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രൂപതയിൽ പറഞ്ഞു കേട്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് ഇതിനകത്ത് ഇന്ന് ആദ്യം 50 രൂപ തുടങ്ങിയത് ഇന്നിപ്പോൾ 100 രൂപയാണ്. 100 രൂപ കൊടുത്താൽ ഒരാൾക്ക് ആ തിരുനാളിൽ ഷെയർ എടുക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഇന്ന് വിദേശത്തുനിന്നും എല്ലാവരും അവരുടെ വിഹിതം കൊടുത്തുവിട്ട് ആരെയെങ്കിലും കൊടുത്തുവിട്ട് ഇന്ന് ഒരുപാട് പേര് അതിനകത്ത് പങ്കാളികളായിട്ട് ചേരുന്നുണ്ട്. ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നതായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പൊ ഇതിന് യാതൊരു തരത്തിലുള്ള പ്രചാരണമില്ല. അച്ഛനെ വന്നപ്പോ അച്ഛൻ പറഞ്ഞത് നമുക്ക് ഇതിന് നോട്ടീസ് അടിക്കണം, അതുപോലെ കമാനം വെക്കണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് വാമൊഴിയായിട്ട് പോകുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ പ്രചാരകര് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ലഭിച്ചവരാണ് ഇതിന്റെ പ്രചാരകരായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സാഹചര്യം നല്ല രീതിയിൽ ഇത് ഇവിടുന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഒഴുകുന്ന ഒരു സ്ഥലമായിട്ട് മാറും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായിട്ടും നമുക്ക് അറിയാം ഈ ഒരു മൗണ്ടിന്റെ ഇതില് അതായത് ഔസപിതാവിന്റെ അനുഗ്രഹത്തില് ഒരുപാട് ആൾക്കാർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയും അതോടൊപ്പം നമുക്ക് തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് കാണാം. സ്ഥലം ഈശോയുടെ ഗെത്സമേൻ തോട്ടത്തിലെ പ്രാർത്ഥനയാണ്. അതിനും ഞങ്ങളൊരു ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത് യേശുപിതാവിന്റെ പടം മാത്രമല്ല ഇവിടെ കാണുന്നത്. വളരെ വ്യത്യസ്തമായിട്ട് ഈശോയുടെ 3 ശിഷ്യന്മാരുടെ ഒരു ചിത്രീകരണം വളരെ കൃത്യതയോടുകൂടി ഭംഗിയായിട്ട് ഉറങ്ങുന്ന ശിഷ്യന്മാരെ ചിത്രീകരിച്ചിരിക്കുന്നു. ആർട്ടിസ്റ്റ് ആണ് ഞങ്ങളുടെ ചീഫ് ആർട്ടിസ്റ്റ് ശ്രീ ജോഷി. അദ്ദേഹം ഇപ്പോൾ അത്യാവശ്യ സ്ഥലം വരെ പോയിരിക്കുകയാണ്. ഇപ്പം ജോജോ അദ്ദേഹത്തിന് അനുജനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈശോയുടെ ഈ ഗെത്സമേൻ തോട്ടത്തിലെ രൂപമൊക്കെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക. മലകയറ്റത്തിന്റെ ഒരു മൗണ്ട്
അതായത് ഇതിൽ ഉള്ള എല്ലാ രൂപങ്ങളും അല്ലെ ഈശോയുടെ ഓരോ രൂപങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത് ജോഷിയുടെ നേതൃത്വത്തിൽ ജോജോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ആർട്ടിസ്റ്റായ താങ്കള് ഈ ഒരു താങ്കൾക്ക് ഇത് ചെയ്യാൻ കിട്ടിയ ഒരു വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു, അല്ലെ? അതുപോലെ താങ്കളും കരുതുന്ന എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഇത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കിട്ടിയപ്പം അതിനോടുള്ള ഒരു താല്പര്യം അതിൽ എങ്ങനെയാണ് വളരെ നല്ലൊരു ഒരു ശാന്തത കിട്ടുന്നുണ്ട്. വളരെയധികം മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നു. എല്ലാം ദൈവത്തിന്റെ ആ സത്യത്തിന്റെ ഒരു അനുഗ്രഹവും നമ്മളിവിടെ സ്റ്റെപ്പ് കയറി 1ാം സ്റ്റേഷനിൽ എത്തുക. അപ്പൊ ഇതാണ് ഞങ്ങളൊരു നിർമ്മാണത്തിന്റെ ഒരു ശൈലി. ഇതാണ് ഇനി മുകളിൽ വരെ ഇങ്ങനെയാ പോവുക. അപ്പൊ ഈ 2 സൈഡിൽ കൂടെ പാസേജ് ഉണ്ട്. ആ പാസേജ് വഴി ആൾക്കാർ നടുക്ക് കയറി വരും. അപ്പൊ ഇതൊക്കെ ഈ ഒരു മലയില് അങ്ങനെ ഒരു പ്രത്യേകതയൊക്കെ കുറച്ച് നല്ലതാണ്. തന്നെ ആൾക്കാർക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഒന്ന് ലാൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം കിട്ടും. ഇത് ഏതാണ്ട് ഒരു പള്ളിയുടെ വലിപ്പമുണ്ട്. നമ്മൾ കാണുമ്പോഴത്തേക്കും അധികം വലിപ്പമില്ല. 1500 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു വലിയ ക്രൗഡ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഇവിടെ വന്ന് നമ്മുടെ കുട്ടികളുടെ പ്രാർത്ഥന ചൊല്ലുന്നു. ഇപ്പോൾ 1ാം സ്റ്റേഷൻ 1ാം സ്ഥലമാണ് ഇവിടെ. അപ്പോൾ 1ാം സ്ഥലത്തെ പ്രാർത്ഥന ഇതിന്റെ നിർമ്മാണ ജോലികൾ ഞാൻ പറഞ്ഞല്ലോ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം 1ാമത്തെ സ്ഥലത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥന പൂർത്തിയാക്കി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ട് 2ാം സ്റ്റേഷനിലേക്ക് നടന്നു കയറുക. പിന്നെ 2ാം സ്റ്റേഷൻ. പിന്നെ ഇതേ കൺസ്ട്രക്ഷൻ സ്റ്റൈലാണ് അവസാനം വരെ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് മീറ്റർ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ശരിക്കും അതങ്ങോട്ട് കട്ട് ചെയ്തങ്ങ് ഇതാക്കിയിരിക്കുന്നതാണ്. ഇങ്ങനെ വരുന്നതോറും ഈ നേരെ അല്ലല്ലോ കയറുന്നത്, വളഞ്ഞ് കയറുമ്പോഴത്തേക്ക് ഒത്തിരി റിലാക്സ്ഡ് ആക്കി ആൾക്കാർ. ഓരോ സ്റ്റേഷൻ വന്ന് റെസ്ക്യൂ വരുമില്ലേ? റെസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ എത്ര പ്രായമായവർക്കും കയറി പോകാൻ. പിന്നെ ഇതൊക്കെ ലോകമെമ്പാടുമുള്ള ജ്ഞാനക്കാർക്ക് വിട്ടിരിക്കുകയാണ്. കാരണം ഞങ്ങളെ കൊണ്ട് അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നടക്കും. വഴിയും കാര്യങ്ങളും എല്ലാം റെഡിയാക്കുന്നുണ്ട്. ഇങ്ങനെ മുകളിലേക്ക് വരെ ഇതുപോലെ ഇതേ രീതിയിൽ പാസേജ് എല്ലാം സ്റ്റൈല് പാകണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഔട്ട്ഡോർ സ്റ്റൈല് ഗ്രിപ്പുള്ളത്. ഇവിടെ ഗ്രൗണ്ടില് ഇവിടെ കുറച്ചുകൂടെ കല്ലായിരിക്കും. ഇവിടെ നമ്മുടെ കരിങ്കല്ല് നമുക്ക് പ്രധാനമായിട്ട് കാണാനുള്ളത് മുകൾ വശത്താണ്. എല്ലാ സ്റ്റേഷനിലും ഇതുപോലെ തന്നെയാണ്, ഇതേ രീതിയിൽ പോകുന്നത്. അദ്ദേഹമാണ് ശ്രീ ബെന്നി അഗസ്റ്റിൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ മനോഹരമായ സാൻജോ മൗണ്ടിന്റെ കല്ലിന്റെ എല്ലാ ജോലികളും വളരെ കൃത്യതയോടുകൂടി ചെയ്തിരിക്കുകയാണ്. സമയബന്ധിതമായിട്ട് തന്നെ പൂർത്തിയാക്കാനൊക്കെ ഞങ്ങൾക്ക് പറ്റുന്ന അദ്ദേഹത്തിന്റെ വലിയൊരു സംഘടന കൊണ്ടാണ്. ഒരു 10-25 സ്റ്റാഫ് അദ്ദേഹത്തിനുണ്ട് എല്ലാ സമയത്തും. അപ്പോൾ അവരെല്ലാവരുടെയും സജീവമായ പങ്കാളിത്തം ഇതിന്റെ പിന്നിലുണ്ട്. നമുക്ക് ലോകമൊരുപാട് ഈ ഒരു പരിപാടി കാണാൻ പറ്റും. അപ്പോൾ ബെന്നിച്ചേട്ടനെ കാണുന്നുണ്ട് ഈ ലോകമെല്ലാം. അപ്പോൾ ബെന്നിച്ചേട്ടൻ ഈ സാൻജോ മൗണ്ടിന്റെ ഈ കല്ല് ഇത്രയും മനോഹരമായി ഈ കല്ല് ഈ കരിങ്കല്ല് കെട്ടുക എന്ന് പറഞ്ഞാൽ സകല ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അല്ലെ? വേറല്ല. അപ്പം ഇവിടെ ഈ വലിയ മലയിൽ അച്ഛൻ പറഞ്ഞ പോലെ ഈ ഏതാണ്ട് 2 അടി കുഴിക്കുള്ള മുഴുവനും കല്ലായിരുന്നു, അല്ലേ?
അപ്പം അത് പൊട്ടിച്ച് അതിൻ്റെതായ രീതിയിലെല്ലാം ചെയ്ത് റെഡിയാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് എന്നായിരുന്നു അച്ഛൻ ഇത് ബെന്നിച്ചേട്ടൻ കണ്ടപ്പോഴേ ഇതെങ്ങനെ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള ഒരു പ്രതീക്ഷ തീരുവോ എങ്ങനെയാണെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മനോവിഷമം അല്ലേ? എങ്ങനെ ഇത്രയും വലിയൊരു ജോലി ഇങ്ങനെ അച്ഛൻ പറയുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചൊരു വലിയ ഇതുണ്ടായിരുന്നു. പിന്നെ എന്തായാലും തമ്പുരാന്റെ ഒരു വലിയ കൃപ കൊണ്ട് എന്തായാലും ഒരു 90% ജോലികളും കരിങ്കലുമായി ബന്ധപ്പെട്ട ജോലികളെല്ലാം തന്നെ ഇത് തീർന്നുകൊണ്ടിരിക്കുക. അതിലൊരു സമാധാനം, വലിയൊരു സമാധാനം, ആനന്ദം, വലിയൊരു കെട്ടെടുത്ത് താഴെ വെച്ച പോലെയായി അല്ലേ? ഓക്കെ. അപ്പം തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഭാഗം ആകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞങ്ങളുടെ സ്റ്റാഫുകള് അവരൊക്കെ അതിനെ പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്കെല്ലാം വഴിയുടെ 7ാം സ്ഥലം ദൈവം വളരെ വ്യക്തിപരമായിട്ട് ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചതിന് വലിയൊരു അടയാളം. ഇത്രയും വലിയൊരു മലയുടെ മുകളില് ഒരു ഉറവ, അത് ദൈവം ഞങ്ങൾക്ക് കൊണ്ട് തന്ന അത്ഭുത ഉറവ എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം വെയിലൊക്കെ ആയതുകൊണ്ട് അല്പം വെള്ളം കുറവുണ്ട്, എന്നാലും ഇത് വലിയൊരു സംഭവമാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. മണ്ണ് വീണ് കിടക്കുന്ന ഇവിടുത്തെ നിർമ്മാണത്തിൽ ഒരു അല്പം പ്രത്യേകതകളൊക്കെ വരാനുണ്ട്. ഈ കിണർ ഇടയ്ക്കാണ് കുത്തിയത്, അതിന്റെ കുറച്ച് ടെക്നിക്കൽ ഡിലേ വന്നായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ കല്ലുകെട്ടും അതുകൊണ്ടാണ് ഈ കൺസ്ട്രക്ഷനൊക്കെ അല്പം സ്ലോ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് വലിയൊരു ഇടപെടൽ, സരിതാവിന്റെ മധ്യസ്ഥം വളരെ അത്ഭുത ഉറവ കിണർ തന്നെ നമുക്ക് കണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രസിദ്ധമായ കല്ല്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങള് മിക്കവാറും കുട്ടികളൊക്കെ ഒന്നിച്ച് ഇവിടെ ഈ പ്രദേശങ്ങളിൽ വരികയും ഈ കല്ലിൽ കാണുവാനായിട്ട് വരികയൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് ഈ ഭാഗം മുഴുവൻ നെല്ലിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നാൽ ഇഷ്ടംപോലെ നെല്ലിക്ക ഒക്കെ കിട്ടുന്ന, അതുപോലെ തന്നെ ഇവിടുന്ന് എങ്ങോട്ട് നോക്കിയാലും നല്ല പ്രകൃതിയുടെ കാഴ്ച നമുക്ക് ശരിക്കും കാണുവാൻ സാധിക്കും. ഇത് ശരിക്കും ഒരു പ്രകൃതിയുടെ വരദാനമാണ്. ഈ കല്ല് ശരിക്കും മുകളില് ഈ കല്ലെടുത്ത് വെച്ചിട്ട് ഇതിന് ഊടൊക്കെ കൊടുത്ത് വെച്ചിരിക്കുന്നതുപോലെയാണ് തോന്നുന്നത്. അപ്പം ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇത് കാണുവാനായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. ഈയിടെ ജിയോളജിക്കൽക്കാർ കുറച്ച് നാൾ മുമ്പ് വന്ന്
ഇത് ഇവിടുന്ന് മാറ്റരുത് എന്നുള്ള രീതിയിൽ ഇത് ഒരു തരത്തിൽ നശിപ്പിക്കാൻ പാടില്ലാതെ അവരുടെ ലിസ്റ്റിൽ ഉള്ള ഒരു സംഭവമാണ് കല്ലകര. ഞങ്ങളുടെ സാൻജോ മൗണ്ടിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് ഈ ഒരു വഴി. ഇടവക്കാരായിട്ടുള്ള രണ്ടുപേര് നമുക്ക് സ്ഥലം തന്നപ്പോൾ അല്പം പൈസ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്നുവെങ്കിൽ കൂടി ഹൈന്ദവനായ ഒരു സഹോദരനാണ് നമുക്ക് ഈ സ്ഥലം വിട്ടു തന്നത്. കാനത്തില് ശ്രീ കുഞ്ഞുമാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി. അദ്ദേഹത്തിനോട് നമ്മൾ ഏതാണ്ട് 3 സെന്റ് സ്ഥലത്തോളം നമ്മൾ വാങ്ങിച്ചു. അപ്പൊ ഇവിടെ സാൻജോ മൗണ്ടിൽ വരുന്ന തീർത്ഥാടകർക്ക്, പ്രായമായവർക്കും രോഗികളായിട്ടുള്ളവർക്കും ഒക്കെ വീണ്ടും തിരിച്ച് മലയിറങ്ങി പോകേണ്ട ആവശ്യമില്ല. അവർക്ക് ആവശ്യമുണ്ട് എങ്കിൽ വാഹനത്തിൽ ഇവിടേക്ക് വരാനുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. നിർമ്മാണ ഘട്ടത്തിലും തുടർന്നും ആവശ്യത്തിന് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു വാഹനം കടന്നു വരുന്നത് നല്ലതാണ് എന്ന് തോന്നിയതുകൊണ്ട് അങ്ങനൊരു പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. ഒരു 25 മീറ്റർ ദൂരത്തിൽ ഈ വഴി ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ പള്ളിയുടെ അടുത്തുനിന്ന് തന്നെ ഈ വഴിയിലേക്ക് കയറി വരാനുള്ള സംവിധാനങ്ങൾ വേറെയുണ്ട്. ഇവിടെ നിന്ന് കോതമംഗലം രൂപതയുടെ അഭ്യുന്നയ മെത്രാൻ ശ്രീ അഭ്യുന്നയ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിന്റെ വീടിനോട് ചേർന്നാണ് ഈ റോഡിന്റെ ഒരു അറ്റം അവസാനിക്കും. വളരെ മനോഹരമായ ജോലികളൊക്കെ പൂർത്തിയായ ഒരു വഴിയാണ്. അതുകൊണ്ട് ഈ വഴിയിലൂടെ ആൾക്കാർക്ക് കടന്നു വരാൻ സാധിക്കും. തിരക്കുള്ള ദിവസങ്ങളിൽ വൺ വേ ആയിട്ട് ക്രമീകരിച്ചു വിടാനൊക്കെ സാധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഏതായാലും ഇതും ഈ സാൻജോ മൗണ്ടിന്റെ ഒരു ഹൈലൈറ്റ് ആണ് എന്ന് ഞങ്ങൾ കരുതുകയാണ്. பேர் குமார். இங்கே வந்து 5 மாதம் ஆச்சு. வந்துட்டு இந்த இதெல்லாம் ரெடி ஆகிட்டு வச்சிருக்கு. இங்கே கடவுள் புண்ணி நல்லா இருக்கிறேன். வீட்டில் ஒய்ஃபு பிள்ளைங்க உண்டு, நல்லா சுகமாக இருக்கிறாங்க. இந்த கடவுள் புண்ணியத்தில் നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ഈ മലയുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കണ്ട് മുകളിലേക്ക് കയറി വരികയായിരുന്നു. അപ്പോൾ ഈ മുകൾ ഭാഗത്ത് ഇപ്പം നമ്മളിത് കാൽവരി മലയുടെ മുകളിൽ തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പം ഇതാണ് നമുക്കറിയാവുന്ന യേശുവിനെ കുരിശിൽ തറയ്ക്കുന്ന ആ കുരിശ്. അപ്പം ഇതിനെക്കുറിച്ചെല്ലാം അച്ഛൻ ഇപ്പം വിശദമായിട്ട് നമ്മളോട് പറയും. ഇവിടെ ഒരു കുരിശുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛൻ പറയും. നമ്മൾ കുരിശുമലയുടെ സാൻജോ മൗണ്ടിന്റെ ലാൻഡിംഗ് ഏരിയയിൽ എത്തിയിരിക്കും. ഇപ്പൊ താഴെമല ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു 60 മീറ്റർ ഹൈറ്റ് ഉണ്ടായിരുന്നു. ആ ഹൈറ്റിന്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതുവരെയുള്ള 1 മുതൽ 11 വരെയുള്ള സ്റ്റേഷനുകൾ ഒരു ബിൽഡിങ്ങിനകത്ത്, ഒരു കൺസ്ട്രക്ഷനകത്ത്, കുരിശുപള്ളി പോലെ ഒരു ബിൽഡിങ്ങിനകത്താണ്. അതിനുശേഷം വരുന്ന 12 മുതലുള്ള സ്റ്റേഷനുകൾ ഓപ്പൺ എയറിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ കാൽവരിയിൽ കർത്താവിന്റെ ക്രൂശിത മരണവുമായി ബന്ധിപ്പിച്ചുള്ള കാര്യങ്ങളാണ്. അതിന്റെ ദൃശ്യാവിഷ്കാരങ്ങളൊക്കെ നാളെയോടുകൂടിയാണ് ഏതാണ്ട് ശരിയായി വരിക. അപ്പോൾ കാൽവരി ഇവിടെ ഒരു ദൃശ്യാവിഷ്കരണം ഇവിടെ വരുന്നു. ഈശോയും അതുപോലെ വിശുദ്ധ യോഹന്നാനും പരിശുദ്ധ അമ്മയും ഒക്കെ കുരിശിന്റെ ചാര നിൽക്കുന്ന രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷനാണ്. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ആൾക്കാർ മാതാവിന്റെ പിയാത്തായുടെ അടുക്കൽ എത്തുകയാണ്. മാതാവിന്റെ മടിയിൽ ഈശോയെ കടത്തിയ രംഗം, അതാണ് 13ാം സ്ഥലം. 13ാം സ്ഥലത്തേക്ക് നമ്മൾ ഇതിലെ കടന്നു പോകും. വളരെ ശില്പചാരുതയോടുകൂടി ആണ് ഇത് നിർമ്മിച്ചിരിക്കുക. നിർമ്മാണ ജോലികൾ അവസാന ഘട്ടത്തിലാണ്. അതോടുകൂടിയാണ് അതിന് മാതാവിന്റെ മടിയിൽ ഈശോയെ കടത്തുന്നതിന് ശേഷം ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്ന രംഗം. ഇപ്പൊ കല്ലറയുടെ ദൃശ്യാവിഷ്കാരവും ഞാൻ പറഞ്ഞു, അതും ജോലി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആയാലും കല്ലറയിൽ ഈശോയെ അടക്കുന്ന മനോഹരമായ ഒരു ശില്പ ഇവിടെ കടന്നു വരാനിരിക്കുന്നു. അതിനുശേഷമാണ് ഈശോയുടെ തിരുവുദ്ധാനമാണ് നമ്മുടെ കുരിശുമലയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഉദ്ധിതനായ ഈശോയുടെ രൂപം വരിക. അതുപോലെ തന്നെ ഒരു പ്രസംഗപീഠവും ഇവിടെ വരും. അപ്പോൾ ഇവിടെ മലയിലെ പ്രസംഗമൊക്കെ നമ്മൾ ഇവിടെയാണ് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ആൾക്കാർ ഇവിടെ വന്നു കഴിയുമ്പോൾ
നമുക്ക് ഏരിയ ഇപ്പം ലിമിറ്റഡ് ആണ്, ഉദ്ദേശിച്ച പോലെ അത്ര സ്ഥലമില്ല. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി, മലയും ഒക്കെ ആണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. പണികളൊക്കെ പൂർത്തിയായി വരുമ്പോഴത്തേക്കും ഞാൻ സൂചിപ്പിച്ചു, ഈ നാളെ കഴിഞ്ഞ് മാർച്ച് 27-ാം തീയതിയാണ് വെഞ്ചരിപ്പ് നടത്തുന്നത്. എങ്കിലും നമുക്ക് അന്നത്തേക്ക് എൻ്റെ എല്ലാ ജോലികളൊന്നും പൂർത്തിയാക്കാൻ പറ്റിയെന്നിരിക്കുകയല്ല. എന്നാലും ഒരു ഫസ്റ്റ് സ്റ്റേജ് ഇവിടെ പൂർണ്ണമാകും. അതിനുശേഷം മറ്റു കാര്യങ്ങൾ ഞങ്ങൾക്ക് ഈ സ്ഥലം വിട്ടു തന്ന ശ്രീ ജോണി കള്ളിക്കൽ എന്ന വ്യക്തിയുടെ സ്ഥലമാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു ഒരു ഫിലിപ്പ് മാത്യുവിനെ കുറിച്ച്. അദ്ദേഹത്തിന്റെ കസിൻ ബ്രദറാണ് ഈ ജോണി കള്ളിക്കൽ. അദ്ദേഹമാണ് ബാക്കി നമുക്ക് ആവശ്യമായുള്ള സ്ഥലം, കുരിശുമലയ്ക്ക് ആവശ്യമായ സ്ഥലം വിട്ടു തന്നത്. ഇദ്ദേഹത്തിന്റെ തന്നെ സ്ഥലമാണ് ബാക്കി അങ്ങോട്ട് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ആദ്യ ദിവസങ്ങളിലൊക്കെ നമുക്ക് ആ സ്ഥലം മുഴുവൻ നമുക്ക് ഓക്കുപൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ സ്ഥലത്തിന്റെ ആവശ്യം നമുക്ക് കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് ആ സ്ഥലം വില കൊടുത്തോ മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് സ്വന്തമാക്കാനൊക്കെ പറ്റുമെന്ന് കരുതുന്നു. അപ്പം അങ്ങനെ ഇതും ഇടവകക്കാരുടെ തന്നെ സ്ഥലമാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമെങ്കിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പം അങ്ങനെ സാൻജോ മൗണ്ടിന്റെ ദൃശ്യ വിരുന്ന് ഇവിടെ പൂർണ്ണമാവുന്നു. നമുക്കറിയാം, ഈ നമ്മളിപ്പോ ഈ ഏകദേശം ഈ ഒരു മലയുടെ പൂർണ്ണ രൂപത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ ബാക്കി ഏതാണ്ട് ഫൈനൽ ഇനിയും വരാനുണ്ട്. എന്നിരുന്നാൽ തന്നെ അതിമനോഹരമായ ഈ ഒരു മൗണ്ട് മനസ്സിൽ കാണുകയും അതിനോടൊപ്പം അതിനുവേണ്ട ഈ സ്ഥലങ്ങൾ നമുക്ക് തരുകയും ചെയ്ത നമ്മുടെ ജ്ഞാനായ സഹോദരന്മാരും, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പരിപാടി മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ചെയ്യണം, ഇതിനോട് മുന്നോട്ട് ഇറങ്ങിയ നമ്മുടെ ഷാജി അച്ഛനും, അതുപോലെ ആദ്യം തന്നെ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു സംരംഭം നമ്മുടെ കോട്ടയം അതിരൂപതയ്ക്ക് തന്നെ കിട്ടുവാനുള്ള ഒരു ഒരുക്കങ്ങൾ ഷാജി അച്ഛനിലൂടെ വിശുദ്ധ യോസേപ്പ് പിതാവ് ഒരു ശക്തിയാല് നമുക്കിത് നൽകുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ ഈ ഒരു സംരംഭം വീണ്ടും ഇതിന്റെ പൂർണ്ണ രൂപത്തിൽ എത്തിയ ശേഷം വീണ്ടും ജ്ഞാനായ വോയിസ് ഈ ലോകമെമ്പാടുമുള്ള നമ്മുടെ സഹോദരങ്ങൾക്കായി ഇത് വീണ്ടും നമ്മൾ വിഷ്വൽ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു സംരംഭത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും ഇത് വന്ന് കാണുവാനൊക്കെ അവസരം ഉണ്ടാക്കി തന്ന ഷാജി അച്ഛനും ഈ ഇടവക ഉള്ള ജനങ്ങൾക്കും നമ്മുടെ ജ്ഞാനായ വോയിസിന്റെ നന്ദി പറയുന്നു. എല്ലാ ഇതിന്റെ കമ്മിറ്റിക്കാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് കാണാം. വീണ്ടും ഇതിനുള്ള ഒരു ശക്തി ഷാജി അച്ഛന് കിട്ടിയതിന് വളരെ ഒരു നല്ല ഒരു ഭാഗ്യമായിട്ട് തന്നെ ജ്ഞാനായ സമുദായം തന്നെ കാണുകയാണ്. അതുപോലെ കോട്ടയം രൂപതയും ഷാജി അച്ഛനെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ജ്ഞാനായ വോയിസും ടീം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.